ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യമൻ എന്ന് പറയുന്ന നോവലാണ്. ആ നോവലിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഒരുപാട് ആകാംക്ഷയോടെയാണ് കഴിഞ്ഞ അധ്യായം നിർത്തിയതെന്നറിയാം. നമ്മൾ നേരെ നോവലിലേക്ക് പോയാലോ? മെഴുവേലി ബാബുജിയുടെ യമൻ നോവൽ തുടർച്ച, അധ്യായം 5. അതിനപ്പുറത്തെ അടഞ്ഞ വാതിൽ കലിംഗറാവ് തുറന്നു. പിന്നെ അകത്തേക്ക് ചുവട് വെച്ചു. ബസവരാജും കണ്ണാഭിരാമനും ധനരാജും ശങ്കിച്ചു നിന്നു. കയറി വരാൻ നിന്നോടൊക്കെ പ്രത്യേകം പറയണോ? കലിംഗറാവു തിമട്ടി. ഓടിക്കയറും പോലെ മൂവരും അകത്തെത്തി. അവിടെ ഒരു ബെഡിൽ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയ പില്ലോയിൽ നിവർന്നിരിക്കുന്ന ശിവയോഗി. ശിരസിനെ ചുറ്റി ഒരു വലിയ ബാൻഡേജ്. ബൈസ്റ്റാൻഡർക്കുള്ള ബെഡിൽ ഇമ്പദോസും രാജറൂലാനിയും അശോക് ഷെട്ടിയും ഇരിപ്പുണ്ട്. ആ കാഴ്ച കണ്ട് കലിംഗറാവു ഒഴികെയുള്ളവർ സ്തംഭരായി. ശിവയോഗിയുടെ വെടിയുണ്ട പായും പോലെയുള്ള നോട്ടം അവരിൽ തറഞ്ഞു. ഞാൻ ചത്തെന്ന് കരുതി അല്ലടാ, ശിവയോഗി പല്ലമർത്തി ഗർജിച്ചു. അപ്പോൾ അവൻ്റെ ശിരസിന് വേദന അനുഭവപ്പെട്ടു. ബസവരാജിൻ്റെയും കണ്ണാഭിരാമൻ്റെയും ധനരാജിൻ്റെയും മുഖം കുനിഞ്ഞു. സാർ ഇരിക്കണം. അശോക് ഷെട്ടി ഒരു കസേര നീക്കിയിട്ടു. കലിംഗറാവു അതിൽ അമർന്നു. ശിവയോഗിയുടെ കൈകളിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. മുഷ്ടിക്കുള്ളിലേക്ക് വിറയൽ പടർന്നു. കലിംഗറാവു അത് കണ്ടു. ശിവ, അയാൾ വിളിച്ചു. ശിവയോഗിയുടെ കൈവിരലുകൾ അയഞ്ഞു. ഇവർ വന്നത് സാറിൻ്റെ കൂടെ ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ... ശിവയോഗി ബാക്കി പറഞ്ഞില്ല. കലിംഗറാവു തലയാട്ടി. നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ശിവ, നിനക്കെന്നെ അറിയാമല്ലോ. നിന്റെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വേണം. പിന്നെ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇല്ല സാർ, ശിവയോഗി പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് പരാതിയില്ല. കാരണം അല്പം മുമ്പ് അമ്മ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. നടന്നതൊക്കെ അറിഞ്ഞിട്ട് തന്നെ. ഇവരെ ഞാൻ രക്ഷിക്കണമെന്ന്. എൻ്റെ ചേട്ടന്മാരായി ഞാൻ കരുതിയിരുന്നവരെ. ശിവയോഗി അമർഷം കടിച്ചൊതുക്കി മീശയിലൊന്ന് തടവി. സ്വന്തം രക്തത്തിൽ പിറന്നതല്ല ഞാനെന്ന് അമ്മ പറഞ്ഞെങ്കിലും ഇത്രയും നാൾ എന്നെ പോറ്റി വളർത്തിയതല്ലേ അവരെ. ആ അഭിപ്രായം ഞാൻ മാനിക്കും സാർ. പക്ഷേ ശക്തമായ കിതപ്പിൽ അവനൊന്ന് നിർത്തി. ക്ഷോഭം കാരണം അവൻ്റെ ശബ്ദം മാറി. പക്ഷേ ഈ നിൽക്കുന്ന പട്ടിയുണ്ടല്ലോ, ഞങ്ങളുടെ ഡ്രൈവർ, ഒരു തെരുവു തണ്ടിക്ക് നൽകുന്ന പരിഗണന പോലും ഇവന് ഞാൻ കൊടുക്കില്ല സാർ. സാർ എങ്ങനെയൊക്കെ തടഞ്ഞാലും ഞാൻ നിയമം കയ്യിലെടുക്കും. ഇവനെ കൊല്ലാൻ. ചതച്ച് ചതച്ച് ഇഞ്ചിഞ്ചായിട്ട് പറഞ്ഞതും അവൻ ചാടി എഴുന്നേറ്റു. ശിരസിലെ കഠിന വേദന അപ്പോൾ അറിഞ്ഞില്ല ശിവയോഗി. മിന്നൽ വേഗത്തിൽ ധനരാജ്, കണ്ണാഭിരാമനും ബസവരാജനും പിന്നിലേക്ക് മാറി. അതേസമയം തന്നെ സുഹൃത്തുക്കൾ ശിവയോഗിയെ വട്ടം പിടിച്ചു. കലിംഗറാവു അവൻ്റെ മുന്നിൽ വിലങ്ങനെ നിന്നു. ശിവ, കലിംഗറാവു അവൻ്റെ കണ്ണുകളിലേക്ക് നോട്ടമുറപ്പിച്ചു. നീ നിയമം കയ്യിലെടുക്കില്ല. ഞാനതിന് സമ്മതിക്കില്ല. അഥവാ നീ അതിന് ശ്രമിച്ചാൽ ഇപ്പം തരുന്ന ഈ പരിഗണനയൊന്നും എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കരുത്. ശിവയോഗി അത് കേട്ടതായി ഭാവിച്ചില്ല. സാർ, ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് ഒരുപാട്. അതെൻ്റെ കഴിവുകേടാണെന്ന് പലരും കരുതുന്നുണ്ട്. എന്നാൽ അവരെ ഓർക്കണം, ഞാൻ എന്നിൽ തറച്ചിട്ടിരിക്കുന്ന മറ്റൊരാളുണ്ടെന്ന്. അതിനെ പുറത്തെടുക്കാൻ അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞുടയുന്ന ശബ്ദം മറ്റുള്ളവർ കേട്ടു. അവസാനം എന്നോണം ശിവയോഗി പറഞ്ഞു. സാർ, ഇവരെ പറഞ്ഞയച്ചേക്ക്, അല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണം പോകും. ശിവ, റിലാക്സ്. കലിംഗറാവു അവൻ്റെ തോളിൽ കൈവച്ചു. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നിനക്ക് എന്നെ വിശ്വസിക്കാം. ഏറിയാൽ ഒരാഴ്ച. നിന്റെ തറവാട്ടിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദികളായവരെ ഞാൻ പിടിച്ചിരിക്കും. അപ്പോൾ നിനക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ പോലും വിടില്ല ഞാൻ. ശിവയോഗിയുടെ സുഹൃത്തുക്കളെയും ഒന്ന് നോക്കിയിട്ട് കലിംഗറാവു പിന്തിരിഞ്ഞു. നടക്ക്. ബസവരാജനോടും കണ്ണാഭിരാമനോടും ധനരാജനോടുമായി പറയുകയും ചെയ്തു. അവർക്ക് പിന്നാലെ അശോക് ഷെട്ടിയും കോറിഡോറിലേക്ക് ഇറങ്ങി. സർ, അവൻ വിളിച്ചു. കലിംഗറാവു നിന്നു. അറിയാമല്ലോ, പുത്തൂർ മെഡിക്കൽ കോളേജിൽ നിന്നും രാത്രി തന്നെ ശിവയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതെൻ്റെ ഡാഡിയുടെ ഹോസ്പിറ്റലായതിനാലാണ്. ഇവിടെ ശിവയെ തീർത്തേക്കാമെന്ന് ഒരുത്തനും വിചാരിക്കരുതെന്ന് സാറൊന്ന് പറഞ്ഞേക്കണം. അതിനായി വരുന്നവൻ ആരായാലും ശവം പോലും പിന്നെ ആരും കാണില്ല.
കലിംഗറാവുവിൻ്റെ കണ്ണുകൾ കുറുകി. അശോക് ഷെട്ടി തുടർന്നു. ശിവയെ ടെൻഷൻ പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ മുറിയിൽ വെച്ച് മറ്റൊരു കാര്യം പറയാതിരുന്നത്. ശിവയെ ഫോണിൽ വിളിച്ചു എന്ന കാരണത്താൽ അവൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കരുത്. അല്ലെങ്കിൽ അവൻ്റെ അപ്പയെപ്പോലെ അമ്മയും ആത്മഹത്യ ചെയ്തിരുന്ന നിലയിലാവും ഇനി നമ്മൾ കാണുക. ധനരാജിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അശോക് ഷെട്ടി അറിയിച്ചത്. അവൻ്റെ മുഖത്തൊരു പുച്ഛഭാവം തെളിയുന്നത് അശോക് ഷെട്ടി കണ്ടു. ഇല്ല അശോക്, കലിംഗറാവു തീർത്തു പറഞ്ഞു. കരിക്കളത്തറവാട്ടിൽ ഇനി അങ്ങനെ ഒരു മരണം നടക്കില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിനു മുമ്പ് ഞാനില്ലാതെയാവണം. കലിംഗറാവു നടന്നുപോയി. പിറകെ മറ്റുള്ളവരും. ലിഫ്റ്റിൽ കയറും മുൻപ് ധനരാജ് ഒന്ന് തിരിഞ്ഞു നോക്കി, അശോക് ഷെട്ടിയെ വെല്ലുവിളിക്കുന്ന ഭാവത്തിൽ. 4-5 ദിവസങ്ങൾ കഴിഞ്ഞു. ശിവയോഗിയുടെ ശിരസിലെ വേദന മാറി. സ്റ്റിച്ചുകൾ എടുത്തു. അടുത്ത ദിവസം ഹോസ്പിറ്റൽ വിടാമെന്ന് ഡോക്ടർ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ശിവയോഗിയുടെ ഉള്ളിൽ ഒരു ചോദ്യം ബാക്കി കിടന്നു. ഇനി എവിടേക്ക്? താൻ കരിക്കളം തറവാട്ടിൽ ചെന്നാൽ അത് പുതിയൊരു സംഘർഷത്തിന് വഴിയൊരുക്കും. ശിവയോഗിയുടെ മനസ്സ് സുഹൃത്തുക്കൾ വായിച്ചറിഞ്ഞു. ഒരു കാര്യം ചെയ്യാൻ ശിവ, നീ ബാംഗ്ലൂരിന് പോരുക. ഡാഡിയോട് ഞാനെല്ലാം പറഞ്ഞിട്ട്. നിനക്ക് ഒരു ഖനിയുടെ മാനേജറായി ഇനിയുള്ള കാലം അവിടെ കഴിയാം, അശോക് ഷെട്ടി പറഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് ശിവയോഗി വിസമ്മതഭാവത്തിൽ തലയാട്ടി. നിനക്കറിയാമല്ലോ ഞാൻ ആരുടെ കീഴിലും ജോലി ചെയ്യില്ലെന്ന്. അതുകൊണ്ടല്ലേ ISROയിലെ ജോലി ഉപേക്ഷിച്ചത്. അശോക് ഷെട്ടിയും രാജുറുലാനിയും ഇമ്പദോസും പരസ്പരം നോക്കി. പിന്നെ എന്താ നിൻ്റെ പ്ലാൻ? ചോദിച്ചത് ഇമ്പദോസാണ്. ശിവയോഗി മറുപടി പറയുവാൻ ഭാവിക്കുകയാണ്. പൊടുന്നനെ അവൻ്റെ സെൽഫോൺ ഇരമ്പി. കലിംഗറാവു കോളിംഗ്. അവൻ കോളെടുത്തു. ഹലോ സാർ, ഞാൻ അവിടേക്ക് വരികയാണ്. എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. പിന്നെ ഒരു അർജൻറ്റ് മാറ്റർ. നീയുടെ ഈശ്വരമംഗലയിൽ പോയിരുന്നോ? 2 സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട്ടിൽ രാത്രിയിൽ? ഗൗരവത്തോടെയാണ് കലിംഗറാവുവിൻ്റെ ചോദ്യം. ശിവയോഗിയുടെ പുരുകം ചുളിഞ്ഞു. പോയിരുന്നു. എങ്കിൽ കുഴപ്പമാകും ശിവ. ആ 2 സ്ത്രീകളും സൂയിസൈഡ് ചെയ്തു. മരണക്കുറിപ്പിൽ അവർ നിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഈശ്വരമംഗലം പോലീസ് എന്നോട് വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. സാർ, കാതിനുള്ളിൽ തിളച്ച എണ്ണ വീണതുപോലെ ശിവയോഗി നടുങ്ങി. അവൻ്റെ മുഖത്തെ രക്തച്ചവിമായുന്നതും സുഹൃത്തുക്കൾ സംശയത്തോടെ കണ്ടു. അധ്യായം 8. ചിന്തയോടെ ശിവയോഗി കോൾ മുറിച്ചു. ഫോണ് കിടക്കയിലേക്കിട്ടു. എന്താടാ, ആരാ വിളിച്ചത്? അശോക് ഷെട്ടി ഞെട്ടിച്ചുളിച്ചു. കലിംഗറാവു സാർ. ശിവയോഗി കാര്യം ചുരുക്കി പറഞ്ഞു. ഇമ്പദോസും രാജുറുലാനിയും അശോക് ഷെട്ടിയും ചിന്താധീനരായി. അവർ സൂയിസൈഡ് ചെയ്തെങ്കിൽ ആത്മഹത്യക്കുറിപ്പിൽ നിന്റെ പേര് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമാകുമല്ലോ. ഇമ്പദോസ് മന്ത്രിച്ചു. ശിവയോഗി ഒന്ന് മൂളി. അത് സൂയിസൈഡല്ല, മർഡറാണ്, അവൻ പറഞ്ഞു. അക്കാര്യത്തിൽ തർക്കമില്ല. ഇത് നിന്നെ കൊടുക്കാനുള്ള ശത്രുക്കളുടെ തന്ത്രം തന്നെയാണ്. പക്ഷേ രാജുറുലാനെ പൂർത്തിയാക്കും മുൻപ് കോളിംഗ് ബെൽ ശബ്ദിച്ചു. അശോക് ഷെട്ടി ഒരു റിമോട്ട് എടുത്തു. വാതിലിന് നേർക്ക് നീട്ടിക്കൊണ്ട് പ്രസ് ചെയ്തു. വാതിൽ തുറക്കപ്പെട്ടു. കലിംഗറാവു ആണ് ആദ്യം മുറിയിലേക്ക് വന്നത്. അയാൾക്ക് തൊട്ടു പിന്നിൽ മുത്തമ്മ, കയ്യിലൊരു പെട്ടി. മോനെ, വിലാപമായി അവരുടെ വച്ച വന്നു. പെട്ടി അവർ താഴെ വെച്ചു. അമ്മ, ശിവയോഗി ചാടി എണീറ്റു. കാറ്റിലൊരു ചെടി ചെരിഞ്ഞു വീഴും പോലെ മുത്തമ്മ ശിവയോഗിയുടെ നെഞ്ചിലേക്ക് വീണു. എടാ, സങ്കടവും പരിഭ്രമവും എല്ലാം ഉണ്ടായിരുന്നു അവരുടെ ശബ്ദത്തിൽ. അമ്മ. അവൻ്റെ കൈകൾ അവരെ ചുറ്റി. ശിവ. നിറകണ്ണുകളോടെ മുഖമുയർത്തി മുത്തമ്മ ദുർബലമായ കരങ്ങൾ കൊണ്ട് അവൻ്റെ ശിരസിൽ തടവി. ശേഷം ആ നെറ്റിയിൽ ചുണ്ടമർത്തി. ഏതാനും മിനിറ്റുകൾ ഇരുവരും അങ്ങനെ നിന്നു. മുറിയിൽ നിശബ്ദത തങ്ങി. അത് മുറിച്ചത് കലിംഗറാവുവിൻ്റെ സ്വരമാണ്. ശിവോ സർ. അവർ അമ്മയെ തന്നിൽ നിന്നും മെല്ലെ അടർത്തി മാറ്റിയിട്ട് കിടക്കയിൽ തന്നോട് ചേർത്തിയിരുത്തി. നമുക്കധികം നേരമില്ല ശിവ, കലിംഗറാവു അറിയിച്ചു. ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കണം. ശിവയോഗി കലിംഗറാവുവിനെ നേർക്ക് തിരിഞ്ഞു. ഞാൻ അമ്മയെ ശരിക്കൊന്ന് കണ്ടോട്ടെ സാർ. ആ. കലിംഗറാവു ഒരു കസേരയിലിരുന്നു. അമ്മ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ഏട്ടന്മാരും ചേച്ചി അറിഞ്ഞോ? നിറഞ്ഞ സങ്കടമായിരുന്നു ശിവയോഗിയുടെ സ്വരത്തിൽ. മുത്തമ്മ സാരിത്തുമ്പുയർത്തി കണ്ണുകൾ ഒപ്പി. മറുപടി പറഞ്ഞത് കലിംഗറാവുവാണ്. അവരാരും തറവാട്ടിലില്ലായിരുന്നു.
നിന്നൊന്ന് കാണണമെന്ന് മുത്തമ്മ എനിക്ക് ഫോൺ ചെയ്തു. അതുപ്രകാരം ഞാൻ അവിടെ ചെന്ന് മുത്തമ്മയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ കൊണ്ടുപോവുകയാണെന്ന് ഞാൻ ബസവരാജനെ ഫോൺ ചെയ്തറിയിച്ചു. അതിനാൽ തന്നെ യാത്ര ഇങ്ങോട്ടാണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. നന്നായി സാർ. ശിവയോഗി തലയാട്ടി. മുത്തമ്മ ശിവയോഗിയുടെ ശിരസിലെ മുറിവ് പറ്റിയ ഭാഗം നോക്കിക്കണ്ടു. അതിനുമീതെ വ്യസനത്തോടെ വിരലോടിച്ചു. ഒരു തൂവൽ സ്പർശം പോലെയാണ് ശിവയോഗിക്ക് തോന്നിയത്. ഞാനിപ്പോൾ വന്നത് നിന്നോടൊരു അപേക്ഷയുമായിട്ടാണ് ശിവോ. മുത്തമ്മയുടെ ശബ്ദം പതറി. നീ അതനുസരിക്കണം. ശിവയോഗിക്ക് എന്തോ സംശയം തോന്നിയെങ്കിലും അറിയിച്ചു. അമ്മ പറയുന്നത് എന്താണെങ്കിലും ഞാൻ അനുസരിക്കും. മുത്തമ്മ അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. സത്യം? അമ്മയ്ക്കെന്നെ വിശ്വാസമല്ലേ? ശിവയോഗിക്ക് ചിരി വന്നു. കരിക്കളം തറവാട്ടിൽ എനിക്ക് വിശ്വാസമുള്ള ഒരാളേ ഉള്ളൂ, അത് നീയാണ്. മുത്തമ്മ അവൻ്റെ കൈവിരലുകളിൽ കോർത്തു പിടിച്ചു. അതുകൊണ്ട് തന്നെ പറയാ, നീ ഇവിടം വിട്ടു പോകണം. അമ്മ. അറിയാതെ ശിവയോഗിയുടെ ശബ്ദമായിരുന്നു. മുത്തമ്മ അത് കാര്യമാക്കിയില്ല. നീ ജീവനറ്റ് കിടക്കുന്നത് കാണാനുള്ള കരുത്തെനിക്കില്ലടാ, അതുകൊണ്ട് പറയുന്നതാ. എവിടെയാണെങ്കിലും നീ ഒന്ന് പോയി സുഖമായിട്ടിരിക്കണം. പറയുന്നതിനിടയിൽ തന്നെ അവർ തറയിലിരുന്ന് പെട്ടിയെടുത്ത് കട്ടിൽ വെച്ച് തുറന്നു. എല്ലാവരുടെയും കണ്ണുകൾ അതിലേക്ക് നീണ്ടു. അടുക്കി വച്ചിരിക്കുന്ന 2000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകെട്ടുകൾ, അതിനു മീതെ 4 മടക്കിയ ഏതാനും മുദ്രപത്രങ്ങൾ. അമ്മ. ശിവയോയ്ക്കൊന്നും മനസ്സിലായില്ല. വിഷാദത്തിൽ പൊതിഞ്ഞ ഒരു ചിരി മുത്തമ്മയുടെ ചുണ്ടിൽ മിന്നിപ്പൊരിഞ്ഞു. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു എനിക്ക്. അതുകൊണ്ട് പലപ്പോഴായി അപ്പയുടെ സേഫിൽ നിന്ന് ഞാൻ നിനക്കായി എടുത്ത് മാറ്റിച്ച പണമായത്. പിന്നെ ഈ പ്രമാണം. വിറപൂണ്ട വിരലുകൾ കൊണ്ട് മുത്തമ്മ ആ മുദ്രപത്രങ്ങൾ എടുത്ത് അവൻ്റെ കൈവെള്ളയിൽ വെച്ചു. ഇന്ന് വരെ ഞാനിത് തുറന്നു നോക്കിയിട്ടില്ല. നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി കരുതിയതായത്. മുത്തമ്മയുടെ ഒച്ചയടഞ്ഞു. താൻ കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീരൂപം ശിവയോഗിയുടെ മനസ്സിൽ തെളിഞ്ഞു. മഞ്ഞിനുള്ളിൽ നിൽക്കുന്നത് പോലെ. ഒന്നും വ്യക്തമല്ല. അമ്മ, എന്തൊക്കെയായി പറയുന്നത്? ശിവയോഗിയെ അടിമുടി ഒരു വിറയൽ ബാധിച്ചു. ആരാ എൻ്റെ അമ്മ? മുത്തമ്മ ശിരസ് ഇടംവലം വെട്ടിച്ചു. കരിക്കളത്തറവാട്ടിൽ നിന്നും പുറത്തു പോകാൻ അനുവാദമില്ലാത്ത ഞാൻ അതെങ്ങനെ അറിയാനാടാ? ഒറ്റത്തവണയെ ഞാൻ നിൻ്റെ അമ്മയെ കണ്ടിട്ടുള്ളൂ. ഒരു വാക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. മുത്തമ്മ തലകുനിച്ചു. ശിവയോഗി അവരെ പിടിച്ചുലച്ചു. പറ അമ്മ, അറിയാവുന്നതെങ്കിലും പറഞ്ഞതാ. ബാക്കിയുള്ളവരെ ആകാംക്ഷയോടെ മുത്തമ്മയുടെ മുഖത്തേക്ക് നോട്ടം നട്ടിരുന്നു. മുത്തമ്മയുടെ കണ്ണുകൾക്ക് മുന്നിൽ ഒരിക്കലും മറക്കാനാവാത്ത ചില ചിത്രങ്ങൾ മിന്നിത്തുടങ്ങി. 22 വർഷങ്ങൾക്ക് മുൻപ് ദിവസങ്ങളോളം തോരാത്തൊരു മഴയായിരുന്നു. അവസാനം സൂര്യൻ്റെ മുഖം തെളിഞ്ഞ നാളിൽ തോട്ടത്തിലേക്ക് പോയിട്ട് അസ്വസ്ഥനായിട്ടാണ് അപ്പാജി കരിക്കളം സദാശിവ തറവാട്ടിൽ മടങ്ങിയെത്തിയത്. നാശം പിടിച്ച കാറ്റും മഴയും. അടയ്ക്കാമരങ്ങളും റബ്ബറുകളും എത്രയാ നിലംപൊത്തിയതെന്നറിയാമോ? മുത്തമ്മ കൊണ്ടുകൊടുത്ത ചുക്കും കുരുമുളകും ചേർത്ത കരിപ്പട്ടിക്കാപ്പി ഊതിക്കുടിക്കുന്നതിനിടയിൽ അപ്പാജി പുറുകുറുത്തു. മുത്തമ്മ മിണ്ടാതെ ഭർത്താവിനെ നോക്കി നിന്നു. നേരം സന്ധ്യയോടെടുക്കുകയാണ്. പൂപ്പല പിടിച്ച റബ്ബർ ഷീറ്റുകൾ മുറ്റത്ത് നിരത്തിയിട്ടിരിക്കുന്നത് പെറുക്കി അടുക്കിയ ശേഷം പണിക്കാരൊക്കെ പോയി കഴിഞ്ഞിരുന്നു. തറവാട്ടിൽ അപ്പാജിയും മുത്തമ്മയും മാത്രം. മക്കൾ 3 പേരും ഹോസ്റ്റലിൽ ഫാർമസിസ്റ്റ് പഠിക്കുകയാണ്. കാപ്പി കുടിച്ച ശേഷം അപ്പാജി ഗ്ലാസ് മുത്തമ്മയ്ക്ക് മടക്കി നൽകിയിട്ട് പൂമുഖത്തൊന്നും എഴുന്നേൽക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഗേറ്റ് കടന്ന് ഒരു ഓട്ടോ മുറ്റത്തേക്ക് വന്നത്. അകത്തേക്ക് മടങ്ങാൻ ഭാവിച്ച മുത്തമ്മ തിരിഞ്ഞു നോക്കി. ഓട്ടോയിൽ നിന്നും 5-6 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുമായിട്ടൊരു യുവതി ഇറങ്ങി. തോളിലൊരു ബാഗ്. നറുനിലാവ് പോലെയുള്ളൊരു സുന്ദരി. അവളെ കണ്ടതും അപ്പാജിയുടെ മുഖം വരുണ്ട്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? യുവതി മിണ്ടിയില്ല. പകരം ഓട്ടോ ഡ്രൈവർക്ക് പണം നൽകി അയാളെ മടക്കി അയച്ചു. നിൽക്കടി അവിടെ. ചാടി എഴുന്നേറ്റ അപ്പാജി അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഗർജിച്ചു. യുവതിയുടെ മുഖത്ത് പക്ഷെ കല്ലിച്ച ഒരു ഭാവം. ഞാൻ പിന്നെ എങ്ങോട്ട് പോകണം? കൂസലില്ലാത്ത ചോദ്യം. അത് എന്നോടാണ് അവിടെ ചോദിക്കേണ്ടത്. അപ്പാജിയുടെ ശബ്ദം വീണ്ടും മുറുകി. പിന്നെ ആരോട് ചോദിക്കണം? അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഭർത്താവിനെ തിരിച്ചതാ. ഭർത്താവോ? അപ്പാജി ചുണ്ടുകൊട്ടി. നിന്റെ ഭർത്താവിനെ ഞാനെങ്ങനെ അറിയും? ആരാ അത്? പെട്ടെന്നാണ് മുത്തമ്മ ചോദിച്ചത്. അപ്പാജി വെട്ടിത്തിരിഞ്ഞതും കൈവീശി ഒറ്റയടി. മുത്തമ്മയുടെ കവിളടക്കം
നനഞ്ഞ തുണി കല്ലിലടിക്കുന്നത് പോലെ ഒരു ശബ്ദം. ഒന്ന് വട്ടം കറങ്ങിയ മുത്തമ്മ കട്ടിളപ്പടിയിൽ അള്ളിപ്പിടിച്ചു. ഗ്ലാസ് തറയിൽ വീണ് ചിതറി. കയറിപ്പോളിയകത്ത്. അപ്പാജിയുടെ അടുത്ത കൽപ്പന. മുത്തമ്മ ഇടറുന്ന കാലുകളോടെ തറവാട്ടിനുള്ളിലേക്ക് കയറി. പിന്നിലെ ഒരു ജനാലയുടെ മറവിൽ നിന്നു. അപ്പാജി പിന്നെയും കൈക്കുഞ്ഞുമായി നിൽക്കുന്ന യുവതിക്ക് നേരെ നോക്കി. നീ പോകുന്നുണ്ടോ അതോ? ഞാൻ എവിടെ പോകാൻ? ഇവിടെയല്ല ഞാൻ താമസിക്കേണ്ടത്. ഇവിടെയല്ല എൻ്റെ കുഞ്ഞു വളരേണ്ടത്. യുവതി ചീറി. നീയും നിൻ്റെ കുഞ്ഞും രണ്ടിനെയും കൊന്നുകളയും ഞാൻ. അപ്പാജിയുടെ കണ്ണുകൾ ചുവന്നു. അതും പ്രതീക്ഷിച്ച ഞാൻ വന്നത്. യുവതി പൂമുഖപ്പടിയിലേക്ക് കാൽകുത്തി. ഒന്നുകിൽ നിങ്ങളെ ഞങ്ങളെ കൊല്ലണം, അല്ലെങ്കിൽ ഇവിടെ താമസിപ്പിക്കണം. ഇനി നീ ഒരടി മുന്നോട്ട് വെച്ചാണ്ടല്ലോ ആ കാല് ഞാൻ വെട്ടും. അപ്പാജി പകയോടെ ഇടം വലം നോക്കി. പൂമുഖത്തോട് ചേർത്ത് ചാരി വെച്ചിരുന്ന കോടാലി കണ്ണിൽ തടഞ്ഞു. തോട്ടത്തിൽ പോയി മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് കൊണ്ടുവച്ചതാണ്. ഒരു കുതിപ്പിൽ അയാൾ അതെടുത്തു. അപ്പോഴും യുവതി പതറിയില്ല. അവൾ തുണി പുതപ്പിച്ച കുഞ്ഞിനെ പൂമുഖത്ത് കിടത്തി. കുഞ്ഞ് ഉണർന്ന് കരഞ്ഞു തുടങ്ങി. ഒന്നുകിൽ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയി എൻ്റെ ഭർത്താവിനെ കാട്ടിത്തരണം, അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇവിടെ വളരണം. യുവതി ബാഗ് തുറന്ന് ഏതാനും മുദ്രപത്രങ്ങൾ എടുത്ത് കുഞ്ഞിൻ്റെ അടുത്ത് വെച്ച്. എല്ലാം വെട്ടിപ്പിടിക്കുകയും അതിനുവേണ്ടി എത്ര കൊലപാതകങ്ങൾ നടത്താൻ മടിയില്ലാത്ത ആളുമാണല്ലോ നിങ്ങൾ. സ്വന്തം അനുജനെപ്പോലും. ബാക്കി പറയും മുൻപ് യുവതിയൊന്ന് തേങ്ങി. അപ്പാജി കോടാലി ഉയർത്തി. ഇനി നീ മിണ്ടരുത്. എന്നാൽ യുവതി അത് അവഗണിച്ചു. ഒരു ഭ്രാന്തനെ കെട്ടിയെന്ന കാരണത്താൽ വീട്ടുകാർ എന്നെ ഉപേക്ഷിച്ചു. നാട്ടുകാർ പരിഹസിച്ചു. എനിക്കിപ്പോൾ ജീവിക്കാൻ ഒരു ജോലിയുമില്ല. ഉള്ളത് നിങ്ങൾ നശിപ്പിച്ചു. അല്ലെങ്കിൽ ഭ്രാന്തനാണെങ്കിലും എൻ്റെ ഭർത്താവിനെ ഞാൻ സംരക്ഷിച്ചേനെ. ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചേനെ. വികാരവിക്ഷോഭത്താൽ യുവതിയുടെ നെഞ്ചിടം ക്രമാതീതമായി ഉയർന്നു താണു. എൻ്റെ ഭർത്താവിൻ്റെ ഭ്രാന്ത് മാറിയെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളത് സമ്മതിച്ചില്ല. നിങ്ങളുടെ സ്വത്തുക്കൾ പങ്കിടേണ്ടി വരുമെന്ന ഭീതി. നിങ്ങളുടെ മുന്നിലേക്ക് ഒരിക്കലും വരില്ലെന്ന് കാല് പിടിച്ച് പറഞ്ഞതല്ലേ ആ മനുഷ്യൻ? അങ്ങനെയല്ലേ എൻ്റെ ഒപ്പം എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? എന്നിട്ടും നിങ്ങൾ പിന്തുടർന്നു വന്നില്ലേ? വീണ്ടും അദ്ദേഹത്തെ ഭ്രാന്തനാക്കിയില്ലേ? അവസാനം നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് എവിടേക്കോ മാറ്റിയില്ലേ? എന്നിട്ട് ഒരു നാൾ നിങ്ങൾ എന്നെയും. എല്ലാം കേട്ട് ജനാലയ്ക്ക് പിന്നിൽ നിന്നിരുന്ന മുത്തമ്മ അടിമുടി വിറച്ചു. പക്ഷെ പൂമുഖത്തേക്ക് വീണ്ടും ചെല്ലുവാൻ അവർക്ക് ഭയമായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിലിനിടയിൽ അപ്പാജിയുടെ അന്ധശ്വാസനം കേട്ടു. നിന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് നിന്നെയും ഈ കിടക്കുന്ന പുഴുവിനെയും ഞാൻ പറഞ്ഞയക്കാം. അയാൾ കോടാലി ആഞ്ഞു വീശി. മുത്തമ്മയുടെ കണ്ടത്തിലൊരു നിലവിളി കുരുങ്ങി. ഭാഗ്യം, ആ യുവതിക്ക് വെട്ടേറ്റില്ല. അവൾ അറിയാതെ പിന്നിലേക്ക് മാറിയതായിരുന്നു കാരണം. അപ്പാജി വീണ്ടും കോടാലി ഉയർത്തി. ഇത്തവണ അത് കുഞ്ഞിൻ്റെ നേർക്കായിരുന്നു. ഈ ജന്തുവിനെയും കൊണ്ട് നീ ഇവിടുന്ന് സ്ഥലം വിടുന്നോ അതോ? പക്ഷെ അതിനിടയിൽ യുവതി ബാഗിൽ നിന്നും ഒരു കുപ്പി വലിച്ചെടുത്തു. അത് തുറന്നു. പെട്രോളിൻ്റെ ഗന്ധം അവിടെ പടർന്നു. നിങ്ങളെ വെട്ടിക്കൊല്ലണ്ട, ഞാൻ സ്വയം ചത്തോളാം. എന്നാലും എൻ്റെ കുഞ്ഞ് ഇവിടെ ജീവിക്കണം. പറഞ്ഞതും അവൾ പെട്രോൾ തൻ്റെ ശിരസിലേക്ക് ഒഴിച്ചു. മഴവെള്ളം കണക്കെ അത് അവളുടെ ഉടലിലേക്ക് വീണു. അടുത്ത നിമിഷം അവളുടെ കയ്യിലൊരു തീപ്പെട്ടിക്കൊള്ളുരഞ്ഞു. പിന്നെ മുത്തമ്മ കാണുന്നത് അവളൊരു തീപ്പന്തം കണക്കെ നിന്ന് കത്തിയെരിയുന്നതാണ്. സകലതും മറന്ന് മുത്തമ്മ പൂമുഖത്തേക്ക് പാഞ്ഞു. മുന്നിലെ കാഴ്ചയിൽ അപ്പാജിയും നടുങ്ങി. തീപ്പന്തം മുറ്റത്തുകൂടി അങ്ങിങ്ങോടി. ഹൃദയം പിളരുന്ന നിലവിളി കരിക്കളം തറവാട്ട് മുറ്റത്ത് പ്രകമ്പനമായി. തലമുടിയും മാംസവും കരിയുന്ന ഗന്ധം. തറയിൽ വീണ തീപ്പന്തത്തിൻ്റെ അവസാന പിടച്ചിലും നിലയ്ക്കുകയായിരുന്നു. അപ്പാജി ഭീതി പൂണ്ട കണ്ണുകളോടെ മുത്തമ്മയെയും അവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും നോക്കി. മുറിക്കുള്ളിൽ മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. പരസ്പരം നോക്കിയതല്ലാതെ ആരും നാവനക്കിയില്ല. അവരുടെ മനസ്സിലെ തീ പിടിച്ച ഒരു യുവതിയുടെ പ്രാണപരാക്രമങ്ങളായിരുന്നു. മുത്തമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത നടുക്കം. തൻ്റെ അമ്മയുടെ അന്ത്യനിമിഷങ്ങൾ ശിവയോഗിയുടെ ഞരമ്പുകളിൽ ചോരയോട്ടം നിലച്ച പ്രതീതി. മുറിയിലെ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തിയത് DYSP കലിംഗറാവുവിൻ്റെ സ്വരമാണ്. മുത്തമ്മ, ഇനിയും ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ്. അതൊന്ന് പറയാമോ? നനഞ്ഞ കണ്ണുകൾ ഒരു വട്ടം കൂടി മുത്തമ്മ സാരിത്തുമ്പാലൊപ്പി. ശേഷം ചിലമ്പിച്ച ശബ്ദത്തിൽ പറഞ്ഞു. അപ്പാജിക്ക് ഒരു അനുജനുണ്ടായിരുന്നു, രാജാജി. ഒരു വട്ടമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ധർമ്മസ്ഥയിലെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ വെച്ചാണ്. വർഷങ്ങളായിട്ട് അവിടെയായിരുന്നു രാജാജി. ഹോസ്പിറ്റൽ ചിലവുകൾക്കായുള്ള പണം കൃത്യമായി അപ്പാജി മാസാമാസം അവിടെ എത്തിച്ചിരുന്നു. അപ്പാജിയും രാജാജിയും
വിപുലമായ ഭൂസ്വത്തുക്കളുടെ ഉടമ ഇരുവരും മാത്രമായിരുന്നു. അവരുടെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്ത് വെച്ചൊരു റോഡ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് പോലും രാജാജിക്ക് ചിത്തഭ്രമം ആരംഭിച്ചത്. കൂടുതലൊന്നും എനിക്കറിയില്ല. അവിടുത്തെ നേഴ്സുമായി രാജാജി അടുപ്പത്തിലായെന്നും അവിടെ രജിസ്റ്റർ വിവാഹം ചെയ്ത് കേരളത്തിൽ എവിടെയോ പോയെന്നും ഒരിക്കൽ അപ്പാജി പറഞ്ഞിരുന്നു. മുത്തമ്മ ഒന്ന് നിർത്തി ശ്വാസം വലിച്ചു വിട്ട്. എല്ലാ കണ്ണുകളും ആ മുഖത്തായിരുന്നു. മുത്തമ്മ തുടർന്നു. അതിനുശേഷം എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അത് ശിവയുടെ അമ്മ തറവാട്ടുമുറ്റത്ത് വന്ന് വിളിച്ചു പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ അതെന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. അപ്പാജി പറഞ്ഞു തന്നിട്ടുമില്ല. ശിവയുടെ അമ്മയുടെ പേര് പോലും. മരിച്ചുപോയ ആ സ്ത്രീയുടെ ജഡം എന്ത് ചെയ്തു? കലിംഗറാവ് തിരക്കി. രാത്രി തന്നെ അപ്പാജി ആരെയോ വിളിച്ചു വരുത്തി. അവരൊരു ജീപ്പിൽ അത് കയറ്റിക്കൊണ്ടുപോയി. മുത്തമ്മ തേങ്ങി. എന്നെയും കൂടി അമ്മയുടെ ശവശരീരത്തിനൊപ്പം കൊടുത്തു വിട്ടുകൂടായിരുന്നു? ഇരച്ചു വരുന്ന മഴ കണക്കായിരുന്നു ശിവയോഗിയുടെ ചോദ്യം. മുത്തമ്മ അവൻ്റെ നേർക്ക് എരിയുന്ന ഒരു നോട്ടയച്ചു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നിന്നെ കിട്ടുമായിരുന്നോടാ. മിണ്ടിയില്ല ശിവയോഗി. എന്നിട്ട് എന്ത് സംഭവിച്ചു ആൻറ്റി? ചോദ്യം അശോക് ഷെട്ടിയുടെ വകയായിരുന്നു. ആ യുവതിയുടെ മരണശേഷം അപ്പാജിയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ടായി. ഞാനിവനെ എൻ്റെ മകനായി വളർത്തുമെന്ന് പറഞ്ഞിട്ടും എതിർത്തില്ല. എന്നാൽ എൻ്റെ മറ്റു മക്കൾക്ക് ഇവനെ ഇഷ്ടമല്ലായിരുന്നു. മുത്തമ്മ ഓർത്തെടുക്കുന്നത് പോലെ ഒരു വട്ടം കൂടി നിർത്തി. ക്രമേണ അപ്പാജിക്ക് ഇവനെ ഇഷ്ടമായി. എന്നാലൊന്നും പുറത്ത് കാണിച്ചില്ല. ഞങ്ങളുടെ മറ്റു മക്കളെപ്പോലെ ഇവനും ഒരു നല്ല നിലയിൽ എത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാലേ കാലങ്ങൾക്ക് ശേഷം അപ്പാജിക്ക് ഇവനോട് ഒരകൽച്ചയുണ്ടായി. അത് ധനരാജ ഡ്രൈവറായി തറവാട്ടിൽ കാലുകുത്തിയത് മുതൽക്കാണ്. മുത്തങ്ങ പറഞ്ഞു നിർത്തി. ആ പട്ടി, അവനെ എനിക്ക് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. ശിവയോഗിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. വിടില്ല ഞാൻ അവനെ. ശിവയോഗി കലിംഗറാവുവിന് നേർക്ക് തിരിഞ്ഞു. വീട്ടിൽ നടന്ന മോഷണത്തിനും അപ്പയുടെ മരണത്തിനും പിന്നിൽ അവനുണ്ട്. എന്നാൽ തെളിവുകളുണ്ടാവില്ല. സാറിന് അവനെ കൊടുക്കാനും കഴിയില്ല. അവൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടാണ്. ശിവയോഗി വലതു കൈ ഉയർത്തി കാണിച്ചു. കലിംഗറാവ് മറുപടി പറയാൻ ഭാവിക്കുമ്പോൾ സെൽഫോൺ രമ്പി. അയാൾ അറ്റൻഡ് ചെയ്തു. തിടുക്കത്തിൽ അല്പനേരത്തെ സംഭാഷണം. തുടർന്ന് കലിംഗറാവ് അറിയിച്ചു, മുത്തമ്മയെ പോലീസ് വാഹനത്തിൽ കരിക്കള തറവാട്ടിൽ കൊണ്ടുവിടും. ഇവിടേക്കാണ് വന്നതെന്നും മക്കളോട് തൽക്കാലം പറയണ്ട. എന്തോ കുഴപ്പമുണ്ടെന്ന് മുത്തമ്മയ്ക്ക് തോന്നി. സർ, ഞാൻ വിളിച്ചോളാം. കലിംഗറാവ് തൻ്റെ ഫോണിൽ പോലീസ് ഡ്രൈവറെ വിളിച്ചു. പിന്നെ മുത്തമ്മയെ നോക്കി. അമ്മ വരൂ. മുത്തമ്മ എഴുന്നേറ്റു. ശിവയോഗിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കും പോലെ പറഞ്ഞു, മോനെ, അമ്മ പറഞ്ഞത് നീ കേൾക്കണം. ഇടം വിട്ട് പോകണം. അപ്പോഴേക്കും കോളിംഗ് ബെൽ ശബ്ദിച്ചു. അശോക് ഷെട്ടി വാതിൽ തുറന്നു. പോലീസ് ഡ്രൈവർ അകത്തെത്തി. കലിംഗറാവു അയാളെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. എല്ലാവരെയും ഒരു വട്ടം കൂടി നോക്കിയിട്ട് മുത്തമ്മ പോയി. വാതിൽക്കൽ വരെ ശിവയോഗിയും ഒപ്പം ചെന്നു. അവർ കോറിഡോറിൽ ഇറങ്ങി ലിഫ്റ്റിന് നേർക്ക് നടക്കുന്നത് വരെ നോക്കി നിന്നു. ശിവ, പിന്നിൽ നിന്നും കലിംഗറാവുവിൻ്റെ ശബ്ദം. സർ, അവൻ പെട്ടെന്ന് മടങ്ങിയെത്തി. നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങളെ ഞാൻ മറക്കില്ല. എൻ്റെ അപ്പാടെ പണം മോഷ്ടിച്ചിട്ടായാലും നീ തന്നതുകൊണ്ടാണ് എൻ്റെ ഭാര്യ എന്നും ജീവിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യുപകാരം കൂടിയാണ് ഞാൻ ചെയ്യുന്നതെന്നോർത്തോ. കലിംഗറാവു ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാൻ ശിവയോഗിയും സുഹൃത്തുക്കളും കാതോർത്തു. കലിംഗറാവു ചുണ്ടനക്കി. നീ ഇവിടെയുണ്ടെന്ന് ഈശ്വരമംഗലം പോലീസിന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഏത് നിമിഷവും ഇവിടെ എത്തും. അവരുടെ സംഘത്തിൽ SP ഉണ്ടാവും. എനിക്ക് പ്രതിരോധം തീർക്കാൻ കഴിയില്ല. അതിനാലേ പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ശിവയോഗിയുടെ ഉടലിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. സാർ, ഞാനെങ്ങോട്ട്? അതൊക്കെ പിന്നെ ചിന്തിക്കി. നിന്റെ ചേട്ടന്മാരോ ആ ധനരാജോ ആവും പോലീസിന് വിവരം ചേർത്തി കൊടുത്തത്. ക്വിക്ക്. കലിംഗറാവു തിടുക്കം കൂട്ടി. അടുക്ക് പെട്ടി. 50 ദിവസം മുത്തമ്മ കൊണ്ടുവന്ന പണമടങ്ങിയ പെട്ടിയിലേക്ക് മുദ്രപത്രങ്ങളും എടുത്തു വെച്ച് അടച്ചു. അശോക് ഷെട്ടി റിസപ്ഷനിൽ വിളിച്ച് ശിവയോഗിയെ തേടി പോലീസ് വന്നാൽ രാവിലെ ഡിസ്ചാർജ് ചെയ്തെന്ന് പറയുവാനും ഏർപ്പാടാക്കി. പിന്നെ ആ സംഘം വേഗം മുറിവിട്ടു. ലിഫ്റ്റിൽ അവർ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. അശോക് ഷെട്ടി തൻ്റെ കാർ എടുക്കുവാനായി പാർക്കിംഗ് ഏരിയയിൽ പോയി. പ്രധാന വാതിക്കൽ ശിവയോഗിയും കലിംഗറാവും രാജറുലാനിയും 50 ദിവസം കാത്തുനിന്നു. അടുത്ത നിമിഷം പോലീസിൻ്റെ ഒരു ഇന്നോവ കാറും പിന്നിലൊരു ബലോറോ ജീപ്പും വെട്ടിത്തിരിഞ്ഞു വന്ന് അവരുടെ മുന്നിൽ ബ്രേക്കിട്ടു. ഇന്നോവയിൽ നിന്നും SP ഒപ്പം ധനരാജം ഇറങ്ങി.
ധനരാജിൻ്റെ നോട്ടം ശിവയോഗിയിൽ പതിഞ്ഞു. സാർ, അതാണ് കൊലയാളി ശിവയോഗി. അലർച്ച പോലെ ആവേശത്തോടെ ധനരാജ് ശിവയോഗിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് എസ് പിയോട് പറഞ്ഞു. എസ് പി ബൊലോറയിൽ നിന്നിറങ്ങിയ പോലീസുകാരും ശിവയോഗിയെ കണ്ടു കഴിഞ്ഞു. ശിവ, ഒരടയാളം പോലെ കലിംഗറാവു വിളിച്ചു. അധ്യായം 9. ശിവയോഗിയുടെ കണ്ണുകൾ അതിദ്രുതം ഇടം വലം വെട്ടി. താൻ രക്ഷപ്പെട്ടുകൊള്ളുക എന്നതാണ് ഡിവൈഎസ്പിയുടെ അടയാള ശബ്ദത്തിൻ്റെ പൊരുൾ എന്നവന് തോന്നി. ഈശ്വരമംഗലം എസ് പിയും സംഘവും ശിവയോഗിയിൽ തന്നെ കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു തുടങ്ങിയിരുന്നു. ഇനി തനിക്ക് രക്ഷപ്പെടുവാൻ ഷെട്ടി ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഓടുക മാത്രമേ മാർഗമുള്ളൂ എന്ന് ശിവയോഗി തിരിച്ചറിഞ്ഞു. രാജു റുലാനിയും ഇമ്പദോസും മരവിച്ചു നിൽക്കുകയാണ്. ശിവയോഗി ധൃതിയിൽ വെട്ടിത്തിരിഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം അവൻ്റെ കയ്യിൽ പിടിവീണു. കലിംഗറാവുവിൻ്റെ. സാർ, നടുക്കത്തോടെ അവൻ വിളിച്ചു. എന്നാൽ കലിംഗറാവു അത് ശ്രദ്ധിച്ചില്ല. ശിവയോഗിയുടെ പിടിവിട്ടുമില്ല. എസ് പിയും സംഘവും തൊട്ടു മുന്നിലെത്തി. കലിംഗറാവു അയാൾക്ക് മുന്നിൽ അറ്റൻഷനായി. എസ് പി കലിംഗറാവുവിനെ തീർത്തും അവഗണിച്ചുകൊണ്ട് തനിക്കൊപ്പം വന്ന പോലീസിന് നിർദ്ദേശം നൽകി. ടേക്ക് ഹിം. പോലീസുകാർ മുന്നോട്ടാഞ്ഞു. സോറി സാർ, കലിംഗറാവു അറിയിച്ചു. ഹീസ് അണ്ടർ മൈ കസ്റ്റഡി, സോ യു കാൺ ടേക്ക് ഹിം. വാട്ട്? എസ് പിയുടെ കണ്ണുകൾ കുറുകി. മുഖത്തേക്ക് ചോര അരച്ചു കയറി. സർ, വിനയം ഭാവിച്ച കലിംഗറാവു തുറന്നു. പേരുകേട്ട 2 കേസുകൾക്കാണ് ശിവയോഗിയെ ഞാൻ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഞാനിവനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ സാറിന് അവിടെ നിന്ന് സമീപിക്കാം. ഇവനെ കസ്റ്റഡിയിൽ കിട്ടുവാനേ. എസ് പിയുടെ മുഖം വിളറി. തൊട്ടു പിന്നിൽ നിന്നിരുന്ന ധനരാജിൻ്റെയും എസ് പി എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ കലിംഗറാവു പോക്കറ്റിൽ നിന്ന് ഒരു വിലങ്ങ് വലിച്ചെടുത്തു. അതിൻ്റെ ഒരു ഭാഗം ശിവയോഗിയുടെ ഇടം കൈയിൽ മുറുക്കി, മറുഭാഗം തൻ്റെ കയ്യിലും പിടിച്ചു. ഇടം കൈയിൽ മുറുക്കി, മറുഭാഗം തൻ്റെ കയ്യിലും പിടിച്ച് മൂവ്. ശിവയോഗിയുമായി കലിംഗറാവു വെളിയിലേക്ക് ഇറങ്ങി. ഈ രംഗങ്ങൾ കണ്ട് ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് ചെറിയൊരു ആൾക്കൂട്ടം തന്നെ രൂപം കൊണ്ടു. അടുത്ത നിമിഷം അശോക് ഷെട്ടിയുടെ ഹൂണ്ടായി ഇലക്ട്ര കാർ ഒരു മൂളലോടെ അവിടെ വന്നു നിന്നു. കലിംഗറാവു ശിവയോഗിയെ തൻ്റെ അരികിലെത്തിച്ചു. ശേഷം പിന്നിലെ ഡോർ തുറന്നു. കേരള. കലിംഗറാവുവിനൊപ്പം ശിവയോഗിയും അതിൽ കയറി. ഡോർ അടഞ്ഞു. ജെറ്റ് വിമാനം കണക്കെ ഒരു മൂളലോടെ ഇലക്ട്ര പാഞ്ഞുപോയി. ഷെട്ടി ഹോസ്പിറ്റലിലെ ഡ്രൈവേയിലൂടെ അത് മിന്നൽ വേഗത്തിൽ മറയുന്നത് എസ് പിയും സംഘവും നോക്കി നിന്നു. ഷിറ്റ്. എസ് പി കൈകൾ കൂട്ടിത്തിരുമ്മി. അവൻ കോടതിയിലെത്തില്ല സാർ, ധനരാജ് മന്ത്രിച്ചു. എസ് പി കടുപ്പിച്ചൊന്ന് മൂളി. രാജു റോലാനിയും ഇമ്പദോസും പരസ്പരം നോക്കി ചിരിച്ചു. യാത്രക്കിടയിൽ ശിവയോഗി കലിംഗറാവുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. ശരിക്കും സാർ എന്നെ അറസ്റ്റ് ചെയ്തതാണോ? കലിംഗറാവുവിൻ്റെ മുഖത്തൊരു മന്ദഹാസം മിന്നി. ഇങ്ങനെയൊരു നാടകം ഞാൻ കളിച്ചില്ലായിരുന്നെങ്കിലേ നിന്നെ എസ് പി സാറ് കൊണ്ടുപോയി ഇടിച്ചു പിഴിഞ്ഞാനെ. പിന്നെ നിൻ്റെ പോക്ക് നേരെ പരലോകത്തേക്കായനെ. അയാൾ അവൻ്റെ കയ്യിലെ വിലങ്ങ് അഴിച്ചു മാറ്റി. റിയർ വ്യൂ മിററിലൂടെ അശോക് ഷെട്ടി അവരെ ശ്രദ്ധിച്ചു. റാവു സാർ, ഞാനും ആദ്യം ഒന്ന് അമ്പരന്നുപോയി. എന്നാൽ അവിടെ പോലീസ് വെഹിക്കിളുകൾ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. അവൻ ആക്സിലേറ്ററിൽ അല്പം വന്നയച്ചു. വേണ്ട, ചവിട്ടി വിട്ടോ, കലിംഗറാവു പറഞ്ഞു. എസ് പി ഇപ്പോൾ നമ്മളെ പരീക്ഷിക്കുവാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. അശോക് ഷെട്ടി വീണ്ടും ഇലക്ട്രയുടെ വേഗം വർദ്ധിപ്പിച്ചു. അടുത്ത പരിപാടി എന്താ സാറേ? ശിവയോഗി തിരക്കി. എന്നെ ആക്രമിച്ചിട്ട് നീ രക്ഷപ്പെട്ടു, അത്ര തന്നെ. കലിംഗറാവുവിന് കൂസലില്ല. ഏതാനും കിലോമീറ്ററുകൾ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കലിംഗറാവു അശോക് ഷെട്ടിയുടെ തോളിൽ കൈനീട്ടി തൊട്ടു. ഇവിടെ നിർത്ത്. കാറ് നിന്നു. അല്പം വിജനമായ ഒരു പ്രദേശമായിരുന്നു അത്. ഒരു ഭാഗത്ത് ചെറിയ കുന്ന്, അതിലുരുണ്ട വെള്ളപ്പാറകൾ. നീ ഇറങ്ങു ശിവോ. നിന്നെ ഇവിടെ നിന്നും പിക്ക് ചെയ്യാൻ പോലീസ് ഡ്രൈവർ ബൊലോറയുമായിട്ട് വരും. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ബാക്കിയൊക്കെ പിന്നീട്. സർ, തൻ്റെ പെട്ടിയുമായി ശിവയോഗി ഇറങ്ങി. റോഡ് മുറിച്ചു കടക്കുന്ന വെള്ളപ്പാറകൾക്കിടയിലൂടെ പോയി. ഇലക്ട്ര മിന്നലായി കുതിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഈശ്വരമംഗലം എസ് പിയുടെ ഇന്നോവ കാർ പുറകെ പാഞ്ഞു പോകുന്നത് ഒരു പാറയുടെ പിന്നിലിരുന്ന ശിവയോഗി കണ്ടു. ഉടൻ തന്നെ അവൻ തൻ്റെ ഫോണിൽ കലിംഗറാവുവിന് ആ വിവരം വാട്സപ്പിൽ കൈമാറി. വെയിലിന് കനത്ത ചൂടായിരുന്നു. വെള്ളപ്പാറകൾ ചുട്ടുപൊള്ളാനും ശിവയോഗി വിയർക്കാനും തുടങ്ങി. കരിക്കളത്തറവാട്. മുത്തമ്മയെ അവിടെ എത്തിച്ച ശേഷം പോലീസ് വാഹനം മടങ്ങി. മുത്തമ്മ പൂമുഖത്തേക്ക് കയറുമ്പോൾ അവിടെ മക്കൾ 3 പേരും ഉണ്ടായിരുന്നു. അമ്മയാ ഡിവൈഎസ്പി എന്തിനാ കൊണ്ടുപോയത്?
സംശയത്തോടെയായിരുന്നു ബസവരാജൻ്റെ ചോദ്യം. മുത്തമ്മയിൽ അന്വേഷണം പ്രകടമായി. ഒരാളെ ചുമ്മാതെ പോലീസ് കൊണ്ടുപോവോ? അതല്ല, അമ്മയോട് അയാൾ എന്തൊക്കെയോ ചോദിച്ചെന്ന് ഉദ്ദേശിച്ചത്. കണ്ണാഭിരാമൻ തിരക്കി. മുത്തമ്മ ഒരു കസേരയിലിരുന്ന് ശ്വാസം വലിച്ചുവിട്ടു. തുടർന്ന് എല്ലാവരും ശ്രദ്ധിച്ചതിന് ശേഷമാണ് മറുപടി നൽകിയത്. ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ചോദിച്ചു. പിന്നെ നിങ്ങളുടെ സ്വഭാവ രീതികളെക്കുറിച്ചും. മൂവരിലും ഒരു ഞെട്ടലുണ്ടായി. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? വസന്തയുടെ സ്വരത്തിൽ ഉത്കണ്ഠ. അതൊന്നും ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. കാരണം പോലീസ് സ്റ്റേഷനിലെ കാര്യമുള്ള ശീലം എനിക്കില്ലല്ലോ. പിന്നെ ശിവയുടെ കാര്യത്തിൽ പോലീസിന് നിങ്ങളെ നല്ല സംശയമുണ്ട്. ഇനിയെങ്കിലും മര്യാദയ്ക്കിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സൂക്ഷിച്ചാൽ നന്ന്. അവർ എഴുന്നേൽക്കാൻ ഭാവിച്ചു. അതിന് ഞങ്ങൾ എന്ത് ചെയ്തെന്ന അമ്മേ? ബസവരാജിൻ്റെ ദേഷ്യം വന്നു. ചെയ്തതും ചെയ്യിപ്പിച്ചതുമൊക്കെ ആ പോലീസ് ഓഫീസർ സൂചിപ്പിച്ചു. പിന്നെ ശിവ, ഇനി നിങ്ങൾ അവൻ്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞു. കൂടുതൽ സംസാരിക്കാതെ മുത്തമ്മ തറവാട്ടിനുള്ളിലേക്ക് പോയി. അകലെ തങ്ങളുടെ തോട്ടത്തിന് മീതെ വീണ് കിടക്കുന്ന വെയിൽ തീയുടെ നിറമാണെന്ന് ബസവരാജന് കണ്ടു. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, കണ്ണാഭിരാമൻ തീർത്തു പറഞ്ഞു. നമ്മുടെ മുന്നിൽ വെച്ച് അമ്മ ശിവയെ അവഗണിച്ചെങ്കിലും അവനോടിപ്പോഴും നല്ല സോഫ്റ്റ് കോർണറുണ്ട്. തീർച്ചയായും അമ്മയുടെ അറിവോടെയാണ് അന്ന് ഈ തറവാട്ടിൽ നിന്നും ആരോ കലിംഗറാവുവിനെ വിളിച്ചത്. എന്തായാലും നമ്മൾ സൂക്ഷിക്കണം. ഒരു കാര്യത്തിലും മുന്നിൽ നിൽക്കരുത്. പിൻസി ഡ്രൈവിംഗ് മതി. കണ്ണാഭിരാമൻ ഒച്ച താഴ്ത്തി. ആ നാശം പിടിച്ചവൻ കാരണം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളല്ലേ. ഇവിടുന്ന് ഉടനെ തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ വിഷമവും ദേഷ്യവും ഒന്നിച്ചുണ്ടായി വസന്തയ്ക്ക്. അപ്പോൾ കണ്ണാഭിരാമൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. ധനരാജ പറഞ്ഞുകൊണ്ട് അയാൾ കോളെടുത്തു. ആ പറഞ്ഞോ. മറ്റു രണ്ടുപേരും ആ മുഖത്തേക്ക് ദൃഷ്ടികൾ ഊന്നി. കണ്ണാഭിരാമനിൽ ഒരു കാളിമ പടർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും നമ്മളെത്തുക. ധനരാജിൻ്റെ കോള് വരുമ്പോൾ അവർ മൂന്നുപേരും ഞെട്ടാൻ എന്തായിരിക്കില്ല കാര്യം. ശിവയോഗി ഇപ്പോഴും റോഡിൽ തന്നെ നിൽക്കുകയാണ്. SP എന്തിനായിരിക്കും കലിംഗരാജയുടെ വണ്ടിയുടെ പുറകെ പോയിട്ടുണ്ടാവുക? മുത്തമ്മ പറഞ്ഞ കഥകളൊക്കെ ശരിയാണോ? ആ മൃതദേഹം എവിടെയായിട്ടായിരിക്കും ഉപേക്ഷിച്ചിട്ടുണ്ടാവുക? ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എല്ലാത്തിനുമുള്ള ഉത്തരം അടുത്ത എപ്പിസോഡിലുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ആഴ്ച ഈ ദിവസം നമ്മളൊരു കോമ്പറ്റീഷൻ വെക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഒരാൾക്ക് 4 5 എത്ര വേണമെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താം. അതിൽ നിന്ന് ബോട്ട് വഴി നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു. അയാൾക്ക് ജാഷി വയനാട് സ്റ്റോറീസിൻ്റെ ഒരു ഗംഭീര ഗിഫ്റ്റ് അയാളുടെ അഡ്രസ്സിൽ തേടിയെത്തുന്നതായിരിക്കും. ആരായിരിക്കും ആ ഭാഗ്യവതി അല്ലെങ്കിൽ ഭാഗ്യവാൻ എന്ന് നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് കണ്ടറിയാം. എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ നന്മകളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജലദോഷം കാരണം സൗണ്ട് അല്പം ഇടറിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ക്ഷമിക്കുമല്ലോ. എല്ലാവർക്കും ശുഭദിനം.